ഒരു മോഡലിംഗ് ഓഡിഷൻ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്? ഓഡീഷൻസിന് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഓഡീഷൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഗായ്സ്, ഇന്നത്തെ വീഡിയോ മോഡലിംഗ് ഓഡീഷൻസിനെ കുറിച്ചാണ്. കംപ്ലീറ്റ് വീഡിയോ ആണ്. ഈ ഒറ്റ ഒരു വീഡിയോ നിങ്ങൾ പക്കയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോകത്തെവിടെയായാലും, ഞാൻ കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ കാര്യമല്ല പറയുന്നത്, ലോകത്തെവിടെയായാലും നിങ്ങൾക്ക് മോഡലിംഗ് ഓഡീഷൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും. നമസ്കാരം, ഞാൻ നിങ്ങൾ സ്വന്തം അഭിഷേക് വ്ളോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾറൈറ്റ്, സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മോഡലിംഗ് ഓഡിഷൻസിനെ കുറിച്ചാണ്. അതിന് മുമ്പ് ഗൈസ്, ഈ ചാനലിൽ മോഡലിംഗ് വീഡിയോസ് മാത്രമല്ല ഫാഷൻ, ഫിറ്റ്നസ്, ഗ്രൂമിംഗ്, ഹെയർ കെയർ, സ്കിൻ കെയർ, മോഡലിംഗ്, ആക്ടിംഗ്, ഈ വീഡിയോസ് ഇടാം. സോ ഡെഫിനറ്റ്ലി താഴെ റെഡ് കളർ ബട്ടൺ ഉണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് മസ്റ്റ് ആണ്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന കിടിലൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, ഇത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ആണ്. ഫാഷൻ റിലേറ്റഡ്, ഫിറ്റ്നസ് റിലേറ്റഡ്, മൈ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസ്, വീഡിയോസ് ആൻഡ് പോസ്റ്റ് അതിലെപ്പോഴും പോസ്റ്റ് ചെയ്യാറുണ്ട്. സോ ഡെഫിനറ്റ്ലി ചെക്ക് ദാറ്റ് ഔട്ട്. ഓൾറൈറ്റ്, സോ ഞാൻ മോഡലിംഗിന്റെ സീരീസ് ചെയ്ത് തുടങ്ങിയതുപോലെ ഭയങ്കര നല്ല റെസ്പോൺസാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ബ്രോ മോഡലിംഗിന്റെ ഓഡിഷൻസ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ റൗണ്ടാണുള്ളത്, അത് എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത്, പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? സോ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഓക്കെ, സ്പെസിഫിക്കലി മോഡലിംഗ് ഓഡിഷൻസിൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഫാഷൻ ഷോ ഓഡിഷനാണ്. ആഡിന്റെ ഓഡിഷനൊക്കെ ഡിഫറെൻ്റ് ആണ്, മൂവി ഓഡിഷൻ ഡിഫറെൻ്റ് ആണ്. അതിനെക്കുറിച്ച് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. ഇപ്പം ഫാഷൻ ഷോ ഓഡിഷൻ, അതായത് ഏതെങ്കിലും ഫാഷൻ ഷോ ചെയ്യാൻ നല്ലൊരു ഷോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓഡിഷൻസ് കാസ്റ്റിംഗ് കോൾ അവരിടും. അതിൽ നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ ആണ്. ഒരു പ്രൊഫഷണൽ ഫാഷൻ ഷോ, ഒരു വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു സ്റ്റാൻഡേർഡ് ഷോയിൽ നല്ല ജഡ്ജസ് ആണെങ്കിൽ, ഒരു സൂപ്പർ നല്ല ജഡ്ജിങ്, ഒരു മോഡലിനെ കുറിച്ച് എല്ലാം അറിയുന്ന പെർഫെക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്ന ജഡ്ജസ് ആണ് ആ ഷോ ചെയ്യുന്നതെങ്കിൽ അവർ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ, ആ ഓഡിഷൻ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഓഡിഷന്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ, അതായത് നമ്മൾ കാസ്റ്റിംഗ് കോൾ കാണുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ആ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. എന്നിട്ട് ഈ ഷോയിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഷോ ജെനുവിൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെക്നിക്കാണിത്. അപ്പം നമ്മൾ ചോദിക്കുക, എന്ത് ഷോ ആണിത്, ആരാണ് ഇതിൻ്റെ ഫാഷൻ ഷോ ഡയറക്റ്റ് ചെയ്യുന്നത്, ആരാണ് ഡിസൈനേഴ്സ് ഇതിൽ വരുന്നത്, ആരാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ഓർഗനൈസേഴ്സ്, ഈ ഷോ ഒഫീഷ്യലി ഓർഗനൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് ആയിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ആയിരിക്കും. അപ്പോൾ ആരാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഫസ്റ്റ് തിങ് ഫസ്റ്റ്. സെക്കൻഡ് തിങ്, ഓഡിഷൻ എപ്പോഴാണ്, എവിടെയാണ്, എന്താണ് ഡ്രസ് കോഡ്? ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൈസ്. നിങ്ങൾ വെറുതെ തോന്നിയ ഡ്രസ്സ് ഇട്ട് പോകാൻ പാടുള്ള ഒരു ഓഡിഷൻ. മിക്ക സ്റ്റാൻഡേർഡ് ഓഡിഷൻസിനും അതിൻ്റെതായ ഡ്രസ് കോഡ് ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ ബ്ലൂ ജീൻസ് അല്ലെങ്കിൽ ബ്ലാക്ക് ജീൻസ്, വൈറ്റ് ടീഷർട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ടീഷർട്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു ഓഡിഷൻ നടക്കുന്നത്. പെണ്ണുങ്ങൾക്കും സെയിം തന്നെ. ബട്ട് പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഷോർട്സ് ആവാം, ഡെനിം ഷോർട്സ്, ജീൻസിന് ഷോർട്സ് ആവാം ചിലപ്പോൾ. ദാറ്റ് ഡിപ്പെൻസ്. ഓരോ ഇതിനും ചിലപ്പോൾ പാർട്ടി വെയർ പറയവർ, ദാറ്റ് ഡിപ്പെൻസ്. അപ്പോൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക എന്താണ് ഈ പറയുന്ന ഓഡിഷൻ്റെ യൂണിഫോം, അതായത് കോസ്റ്റ്യൂം എന്താണെന്ന് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ തോന്നിയ ഡ്രസ് ഇട്ട് പോകാൻ പാടില്ല. സെക്കൻഡ് തിങ്, ബി പങ്ക്ച്വൽ. ഓരോ ഓഡിഷന് പോകുമ്പോൾ നമ്മൾ തോന്നിയ സമയത്ത് കയറി പോകാൻ പാടില്ല. ഭയങ്കര പങ്ക്ച്വൽ ആയിരിക്കണം. ഇന്ന ടൈമിൽ വരാൻ പറഞ്ഞാൽ നമ്മൾ ഇന്ന ടൈമിൽ പോയി തന്നെ ചെയ്യണം. കാരണം ആൾക്കാർ അതൊക്കെ നോട്ടീസ് ചെയ്യും. ഒരു സ്റ്റാൻഡേർഡ് ജഡ്ജ് ആണെങ്കിൽ അവർ എന്തായാലും നോട്ടീസ് ചെയ്യും ഇയാൾ പങ്ക്ച്വാലിറ്റി എങ്ങനെയുള്ളത്. ദെൻ നെക്സ്റ്റ്, ബി സീരിയസ്. ഇത് കുറേ ആൾക്കാർ നിഗ്ലക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങളോട് ഓഡിഷന് പോകുമ്പോൾ നൈസായിട്ട് ചോദിക്കും, ഈ ഓഡിഷന് നിങ്ങൾ വരാനുള്ള കാരണം എന്താണ്? അപ്പം അത് എൻ്റെ ഫ്രണ്ട് ഓഡിഷന് വന്നു, അപ്പോൾ അവരെ കൂട്ടായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ തീർന്നു. ഒരു നല്ല ജഡ്ജാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യില്ല, കാരണം നിങ്ങൾക്ക് ആ അവസരം വേണ്ട. കുറേ ആൾക്കാർ അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ചുമ്മാ കൂട്ടുകാരനൊക്കെ ചുമ്മാ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ സീരിയസ് അല്ലെന്ന് മനസ്സിലാവും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ പറയാണ്, എനിക്കൊരു മോഡലാവാൻ നല്ല ആഗ്രഹമുണ്ട്, അപ്പോൾ ഇങ്ങനൊരു കാസ്റ്റിംഗ് കോളാണ്, അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വരുന്നത് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇയാൾക്ക് അവസരം ആവശ്യമുണ്ട്, ഇയാൾ സീരിയസ് ആണ് എന്ന് തോന്നും. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരാൾക്കൊരു എന്താ പറയുക, ഒരു ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ കിട്ടാനുള്ള ചാൻസ്, ജഡ്ജസ് നല്ലതാണെങ്കിൽ. നെക്സ്റ്റ് പോയിന്റ്, ലാംഗ്വേജ് ആണ് ഗൈസ്. കേരളത്തിൽ നടക്കുന്ന മിക്ക ഫാഷൻ ഷോയുടെ ഓഡിഷൻസിനും നിങ്ങൾക്ക് മലയാളം സംസാരിക്കാം. ലാംഗ്വേജ് ഒരു ബാരിയർ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലവർ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞ് വെറുതെ കുളമാക്കരുത്. ഇംഗ്ലീഷ് പക്കയായിട്ട് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിച്ചോളൂ. ഇല്ല, നിങ്ങൾക്ക് മലയാളമാണ് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം. അല്ലാതെ ഐ ആം അഭിഷേക് അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ നശിപ്പിക്കരുത്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ സംസാരിച്ചോളൂ, ഇല്ല മലയാളമാണെങ്കിൽ ധൈര്യമായിട്ട് സംസാരിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിയുന്നവൻ വലിയവനാണ്, മലയാളം അറിയുന്നവൻ ചെറിയവനാണ്, അങ്ങനെ ഒന്നുമില്ല. അങ്ങനത്തെ ചിന്താഗതിയൊക്കെ എടുത്ത് മാറ്റ്. ഇപ്പം 2021 ആയപ്പോൾ
മെൻറ്റാലിറ്റി ചേഞ്ച് ചെയ്യും. ലാംഗ്വേജ് എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു എന്താ പറയുക കോൺവെർസേഷൻ ചെയ്യാനുള്ള ഒരു മീഡിയം മാത്രമാണ്, അല്ലാണ്ട് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നിങ്ങൾ എന്തോ വലിയ അങ്ങനെയൊന്നുമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ ചെയ്യാം. ഇനി നിങ്ങൾ പുറത്തു പോവുകയാണെങ്കിൽ, അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ മലയാളം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടി വരും, കാരണം അവിടുത്തെ ജഡ്ജസിന് മലയാളം അറിയത്തുണ്ടാകും. ഇനി ഇന്റർനാഷണലി ഫോറിനിലൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മസ്റ്റാണ്, കാരണം അവർക്ക് ഈ പറഞ്ഞ ഇന്റർനാഷണൽ അബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് മലയാളമോ ഹിന്ദിയോ തമിഴോ ഒന്നും അറിയില്ല, അപ്പോൾ ഇംഗ്ലീഷ് തന്നെ സംസാരിക്കേണ്ടി വരും. ഇതാണ് ലാംഗ്വേജിൻ്റെ കാര്യം. സോ ഇതും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുന്നതും നമ്മൾ വെറുതെ തട്ടിക്കൂടി സംസാരിക്കുന്നതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഓക്കെ, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ എന്തൊക്കെ റൗണ്ടാണുള്ളത് ഓഡിഷൻസിൽ. സാധാരണ ബേസിക് ഓഡിഷൻ്റെ ഓരോ എന്താ പറയുക, ഓരോ ഓഡിഷൻസിനും ചിലപ്പോൾ അവരുടേതായ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഒരു ബേസിക് ഒരു ജനറൽ ഓഡിഷന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇൻട്രോ റൗണ്ട് ഉണ്ടാവും, ദെൻ ഒരു റാമ്പ് വാക്കിൻ്റെ റൗണ്ട് ഉണ്ടാവും, അതായത് നിങ്ങൾ വാക്ക് ചെയ്ത് കാണിക്കുക. തേർഡ് റൗണ്ട് മേ ബി ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് ഉണ്ടാവും. കൂടുതലും ഇത് ബ്യൂട്ടി പേജൻറ്റിൻ്റെ ഓഡിഷനാണ് ഈ ചോദിക്കുന്നത്. എന്നാലും സാധാ ഫാഷൻ ഷോയുടെ ഓഡിഷനും ചിലപ്പോൾ നിങ്ങൾ ഇൻട്രോ റൗണ്ട് പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ചോദിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ചോദിക്കാറുണ്ട്. സോ ചെറിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ ഇതാണ് 3 റൗണ്ട്സ് ബേസിക് ആയിട്ട്. ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം, കാരണം കുറേ ഫാഷൻ ഷോ ഓഡിഷൻസ് നടക്കാറില്ല. ബ്യൂട്ടി പേജൻറ്റിൻ്റെ ഓഡിഷനാണ് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടാവുക. ബട്ട് സ്റ്റിൽ ഒന്ന് പ്രിപ്പയർ ആയി വെക്കാം, കാരണം അവർക്ക് എന്തെങ്കിലും ചോദിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഞാൻ പ്രിപ്പയർ ചെയ്തില്ല എന്ന് പറയുന്നേക്കാൾ നല്ലത് പ്രിപ്പയർ ചെയ്യാം. സോ ഫസ്റ്റ് തിങ് ഇൻട്രോ റൗണ്ട് എങ്ങനെ ചെയ്യണം ഞാൻ സ്പെസിഫിക് ആയിട്ട് വീഡിയോ ചെയ്യാം, കാരണം കുറേ പറയാനുണ്ട് ഇതിനെക്കുറിച്ച്. ഓക്കെ, സോ ഇൻട്രോ എങ്ങനെയാണ് ഒരു ഫാഷൻ ഷോ ഓഡിഷൻ കൊടുക്കേണ്ടതെന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് വീഡിയോ ഉണ്ടാക്കാം, സബ്സ്ക്രൈബ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് റൗണ്ട് റാമ്പ് വാക്ക്. അതും എഗെയിൻ എനിക്കിപ്പോൾ ഇവിടെ നടന്ന് കാണിച്ചു തരാൻ പറ്റില്ല. റാമ്പ് വാക്ക് ആൻഡ് കാറ്റ് വാക്ക്, മെയിൽ മോഡലിൻ്റെ റാമ്പ് വാക്കും ഫീമെയിൽ മോഡലിൻ്റെ കാറ്റ് വാക്കും രണ്ടിൻ്റെയും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ വീഡിയോ അടുത്ത് തന്നെ ചെയ്യാം. എനിക്ക് കുറച്ച് ടൈം തരും നിങ്ങൾ, ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ആൻസർ റൗണ്ട്, റാമ്പ് വാക്ക് റൗണ്ട്, ദെൻ പറയുന്ന എന്താണ് ഇൻട്രോ റൗണ്ട് ഉണ്ടാവും. ദെൻ ഒരു ചെറിയ ബേസിക് ഫോട്ടോഷൂട്ട് ചിലപ്പോൾ ഉണ്ടാവാം. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോഷൂട്ട് ഉണ്ടാവും. സ്ട്രെയിറ്റ് നിങ്ങൾ ഫോട്ടോ എടുക്കും, സൈഡ് തിരിയുക, അനന്തർ സൈഡ്, 2 സൈഡിലുള്ള ഫോട്ടോ ചിലപ്പോൾ ഉണ്ടാവും. ഇല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആ പറയുന്ന വെന്യൂ ഇല്ലേ, ഓഡിഷൻ്റെ വെന്യൂടെ അടുത്ത് തന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു ഷൂട്ട് ചെയ്യിക്കും. ചിലപ്പോൾ ബേസിക് ഷൂട്ടാണ്, അത് ജസ്റ്റ് നിങ്ങളൊരു എങ്ങനെ കാണുന്നു തോന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള പോസ്റ്റും നിങ്ങൾ പഠിച്ചു വെക്കുക, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ റാമ്പ് വാക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അയ്യോ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കുക, നിങ്ങൾ നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യുക റാമ്പ് വാക്ക്. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ് ഗൈസ്, നിങ്ങൾ ഇൻട്രോ പറയുമ്പോഴും ജഡ്ജസിൻ്റെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും പ്ലസൻ്റ് ആയിട്ട് നിൽക്കുക. പ്ലസൻ്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിച്ചത് ഈന്നൊന്ന് ചിരിക്കാനല്ല, ഒന്ന് സന്തോഷത്തോടെ ഒരു പുഞ്ചിരിച്ച് യെസ് മാം ഓക്കെ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ സംസാരിക്കുക. അല്ല അവിടെ പോയിട്ട് മൈ നെയിം ഈസ് അഭിഷേക് എന്നോ അങ്ങനെയൊക്കെ കാണിച്ചു തന്നെ ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ കാണിച്ചു തന്നെ എടുത്ത് വലിച്ചെറിയവർ സെലക്ട് ചെയ്യില്ല. പ്ലസൻ്റ് ആയിട്ട് വളരെ സന്തോഷത്തോടെ ഇൻട്രോ പറയുക, അവരുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ ഇവിടെ നോക്കിയത് കേട്ടോ. ജഡ്ജസിൻ്റെ അടുത്ത് ഒരു ജഡ്ജ് ചോദിച്ചു കഴിഞ്ഞാൽ ആ ജഡ്ജിൻ്റെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കിക്കൊണ്ട് തന്നെ വേണം പറയാൻ വേണ്ടി. ബൈ ദ വേ ഓഡിഷൻസ് നിങ്ങൾ ഗ്ലാസ് യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ ഗ്ലാസ് വെക്കാനുള്ള മെയിൻ കാരണം ഈ പോയിന്റ് ഞാൻ മറക്കുമെന്ന് വിചാരിച്ചു. ഈ പോയിന്റ് മറക്കാതിരിക്കാനാണ് ഈ ഗ്ലാസ് വെച്ചേക്കുന്നത്. സോ ഓഡിഷൻസിന് നിങ്ങൾ ഗ്ലാസ് വെക്കാൻ പാടില്ല. നിങ്ങളുടെ ഐ കോൺടാക്ട് വേണം, കണ്ണ് നിങ്ങൾ കാണണം. അതും ചില ഓഡിഷൻസിന് സ്പെസിഫിക് ആയിട്ട് അവർ ലെൻസ് പോലും വെക്കാൻ സമ്മതിക്കാറില്ല. അതായത് കളേർഡ് ലെൻസ് ആണെങ്കിൽ, മറ്റേ കളർലെസ് ആണെങ്കിൽ കുഴപ്പമില്ല, കളേർഡ് ലെൻസ് ആണെങ്കിൽ അതും ചിലപ്പോൾ സമ്മതിക്കാറില്ല അവർ ചില ഓഡിഷൻസ് പോകുമ്പോൾ. അതും നിങ്ങൾ സൂക്ഷിക്കുക. ഓഡിഷന് പോകുന്നതിന് മുമ്പ് അതും കൂടെ ഒന്ന് കൺഫേം ചെയ്യില്ല. നിങ്ങൾ ലെൻസ് വെച്ച് പോയി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾ മാറ്റണം എന്ന് പറഞ്ഞാൽ കണ്ണ് ചുമക്കും എടുത്ത് മാറ്റിയൊക്കെ ചെയ്യുമ്പോൾ. ഓക്കെ, സോ അതും നിങ്ങൾ മനസ്സിൽ വെക്കാം. ഓക്കെ, സോ ഗ്ലാസ് നിങ്ങൾ ഒരിക്കലും വെക്കാൻ പാടില്ല. ചിലർ ഷോ കാണിക്കാൻ വേണ്ടിയൊക്കെ ഭയങ്കര റെയ്ബാനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റാമ്പ് വാക്കൊക്കെ ചെയ്യുക. സോ അത് നിങ്ങളുടെ കണ്ണിൻ്റെ കോൺടാക്ട് കാണില്ല. കൂടുതലും പേടിയുള്ളവർ, കോൺഫിഡൻസ് ഇല്ലാത്തവരാണ് ഇത് വെക്കുന്നത്, അപ്പോൾ കാണൂല. ഇതാകുമ്പോൾ എനിക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഗ്ലാസ് എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആണ്, നമുക്ക് കണ്ണിതി കൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ബട്ട് ബ്ലാക്ക് ഗ്ലാസ്സസ് ഒക്കെ ആണെങ്കിൽ ഡാർക്ക് ഗ്ലാസ്സിലൊക്കെ നിങ്ങളുടെ കണ്ണ് കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പേടിച്ച് പമ്മി നടന്നതിനാൽ പുറത്ത് നോക്കുമ്പോൾ ആകുമ്പോൾ വാവ് സൂപ്പർ സ്റ്റാറാ. അപ്പം പക്ഷേ ഗ്ലാസ് ഊരുമ്പോഴേക്കും പേടിച്ച് ഇങ്ങനെ നടക്കുന്നു. സോ ഗ്ലാസ് നിങ്ങൾ ഓഡിഷൻസിന് വെക്കാൻ പാടില്ല, ഇറ്റ്സ് എ ബിഗ് നോ. ഓക്കെ, സോ ഈ പോയിന്റ് കൂടെ നിങ്ങൾ ഡെഫിനറ്റ്ലി മനസ്സിൽ വെക്കുക. ഗൈസ് നെക്സ്റ്റ് പോയിന്റ് ആണ് കോൺഫിഡൻസ്. ഗൈസ് കോൺഫിഡൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ജീവിതത്തിൽ മോഡലിംഗ് മാത്രമല്ല, പ്രൊഫഷൻ്റെ കാര്യം മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ കോൺഫിഡൻസ് ഹാസ് പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. കോൺഫിഡൻസ് കാരണം എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ കോൺഫിഡൻസ് നിങ്ങൾ ഡെഫിനറ്റ്ലി ജീവിതത്തിലും, ഈ ഫാഷൻ ഷോയുടെ ഓഡിഷൻ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലും കോൺഫിഡൻസ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ലൈക്ക് ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിത് കിട്ടും എന്ന വിശ്വാസത്തോടെ. ഓവർ കോൺഫിഡൻസ് ആവാൻ പാടില്ല, കോൺഫിഡൻറ്റ്. ഓക്കെ,
സോ ഇത് ഞാൻ ചെയ്തതിൽ എനിക്ക് എന്തായാലും കിട്ടും. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിനായിട്ട് ഇത് ഇങ്ങനെയാണ്. നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിത്വം അത് നിങ്ങൾ കാണണം. അല്ലാതെ വെറുതെ അവിടെയും ഇവിടെയും കൊള്ളിക്കാതെ ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ശരിയാവില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാം. ഇൻട്രോ പറയുമ്പോഴാണെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ പറയുമ്പോഴാണെങ്കിലും ശരി. കോൺഫിഡൻറ്റ് ഇല്ലാതെ നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, കോൺഫിഡൻസ്. സോ ഗൈസ്, നെക്സ്റ്റ് പോയിന്റ് ആണ് മേക്ക് കോൺടാക്ട്സ്. യെസ്, നിങ്ങൾ ഓഡീഷന് പോകുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ മോഡലിംഗ് ആയിട്ട് വലിയ ബന്ധമില്ലാത്ത ആളായിരിക്കും. മെയിൽ ഓർ ഫീമെയിൽ, ഹൂവർ ഇറ്റ് ഈസ്. നിങ്ങൾക്ക് ചിലപ്പോൾ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ അധികം ആൾക്കാരെ അറിയില്ലായിരിക്കും. സോ നിങ്ങൾ ഓഡീഷന് പോകുമ്പോൾ കുറേ മോഡൽസ്, നിങ്ങളെപ്പോലെയുള്ള കുറേ മോഡൽസ് ആ ഓഡീഷന് വരും. അവരായിട്ടൊരു കോൺടാക്റ്റ് ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് ഇനിയുള്ള ഷോസിൽ ഗുണം കിട്ടും. അതായത് എവിടെയെങ്കിലും ഓഡിഷൻ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ നിങ്ങൾ കോൺടാക്റ്റ് ഉണ്ടാക്കുക. സോ എന്നിട്ട് പറയാം ഇങ്ങനെ, എടാ നീ അടുത്ത എന്തെങ്കിലും ഷോ വരുന്നുണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ എടി എന്തെങ്കിലും ഷോസ് ഉണ്ടെങ്കിൽ പറയണം എന്ന് അവരടുത്ത് പറയാം. വളരെ ജെന്യുവിൻ ആയിട്ട് സംസാരിക്കുക. അല്ലാതെ എന്താ പറയുക, ആ അനാവശ്യമായ ടോക്കോ അനാവശ്യമായ ബന്ധം സൃഷ്ടിക്കലോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെപ്പോഴും എൻ്റെ പോളിസിയാണ്, ഞാൻ പ്രൊഫഷണലി ഒരു അഭിഷേക് ഷെനോയ് ആസ് എ മോഡൽ എവിടെയെങ്കിലും പോകുമ്പോൾ ഐ ആം പ്രൊഫഷണൽ. അവിടെ എനിക്ക് പ്രൊഫഷണൽ ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു നല്ല പെണ്ണിനെ കണ്ടതിന് അപ്പം തന്നെ ഇവളായിട്ട് നമുക്ക് ലൈൻ അടിക്കാം, അതൊക്കെ ചീപ്പ് പരിപാടിയാണ്. ഒരു പ്രൊഫഷണൽ, ഞാൻ ഫീമെയിൽ മോഡൽസ് എപ്പോഴും ഞാൻ വളരെ പ്രൊഫഷണൽ റിലേഷൻഷിപ്പാണ് എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യാറ്. ഒരു സുഹൃത്ത് എന്ന രീതിയിലും ഒരു കോ മോഡൽ എന്ന രീതിയിലുമാണ് ഞാൻ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സ്പെസിഫിക് ഇവൾക്ക് സുന്ദരിയാണ്, ഇവൾ നല്ലതാണ്, അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. ഡോണ്ട് ചേസ് ഗേൾസ്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ മോഡലിംഗ്, കുറേ ആൾക്കാർ മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് തന്നെ ഈ പെൺ വിഷയം കാരണമാണ്. നശിഞ്ഞു പോകും ജീവിതം ഗൈസ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി ഡോണ്ട് ചേസ് ഗേൾസ്. ബി പാഷനേറ്റ് അബൌട്ട് മോഡലിംഗ്, ബി പാഷനേറ്റ് അബൌട്ട് യുവർ കരിയർ. നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങോട്ട് വരും. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അത് നിങ്ങൾ ചെയ്യുക. അപ്പം നിങ്ങൾ കുറേ മോഡൽസിനെ കാണുമ്പോഴൊക്കെ നിങ്ങൾ ഡെഫിനറ്റ്ലി അവരുടെ അടുത്ത് പോയി സംസാരിക്കുക, ഇൻട്രാക്ട് ചെയ്യുക, കോൺടാക്ട് സൃഷ്ടിക്കുക. അപ്പം നിങ്ങൾക്ക് ഇനിയും മോഡലിംഗ് ഓരോ പ്രോജക്ട്സിന് വേണ്ടി ഇവർ വഴി ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് വരാം. സോ ഗൈസ്, ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഗൈസ്, കോൺടാക്ട്സ് മോഡൽസിൻ്റെ അടുത്ത് മാത്രമല്ല ജഡ്ജസിൻ്റെ അടുത്തും സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അതിനർത്ഥം ജസ്റ്റ് പോയിട്ട് സാർ നമ്പർ തരുമോ എന്ന് ചോദിക്കലല്ല. പ്രൊഫഷണൽ രീതി, എല്ലാത്തിനും അതിൻ്റെതായ ഒരു പ്രൊഫഷണൽ രീതിയുണ്ട്. നിങ്ങൾ ഷോ കഴിഞ്ഞതിന് ശേഷം, ഷോയുടെ ഇടയ്ക്ക് ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷം, ഓഡിഷൻ്റെ ഇടയിൽ പോയി സംസാരിക്കാൻ പാടില്ല. ഓഡിഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാക്ക് സ്റ്റേജിൽ പോയി ജഡ്ജസിനെ കാണാൻ, എന്നിട്ട് സാർ ഹായ് സാർ അല്ലെങ്കിൽ ഹായ് മാം എന്ന് പറയാം. എന്നിട്ട് പറയാം എൻ്റെ പേര് ഇതാണ്, ഞാൻ ഇവിടെ നിന്ന് വരുന്നു, നീ ഭയങ്കര പാഷനേറ്റ് ആണ് ഞാൻ മോഡലിങ്ങിൽ, എൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം, ഫീഡ്ബാക്ക് ചോദിക്കാം. എനിക്ക് എന്തെങ്കിലും ഈ പറഞ്ഞ പെർഫോമൻസിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ എവിടെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുന്നതിനുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, എവിടെയാണ് നിങ്ങൾ തെറ്റിച്ചത്, എവിടെയൊക്കെയാണ് നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ജഡ്ജസ് ആണെങ്കിൽ, അഗെയിൻ വീഡിയോയുടെ ആദ്യം ഞാൻ പറഞ്ഞു, ഇതെല്ലാം ആപ്ലിക്കബിൾ ആവുന്നത് ഒരു നല്ലൊരു ജഡ്ജ് വേണം. അതാണ് ജഡ്ജിങ്ങിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ. എനിക്കൊക്കെ ഒരു ഫാഷൻ ഷോ ജഡ്ജ് ചെയ്യാൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓപ്പർച്യൂണിറ്റി ഏതെങ്കിലും ഫാഷൻ ഷോയിൽ ഞാൻ പോയി കഴിഞ്ഞാൽ, ഒരു പക്കാ മോഡലിനെ ഇങ്ങനെ ഞാൻ വലിച്ചെടുത്ത് മാറ്റിയെടുത്തു. ആരാണ് പക്കാ മോഡൽ എന്ന് വെച്ചാൽ അത് ഒരു മോശമായ മോഡലിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. എടാ അല്ലെങ്കിൽ എടി ഇതാണ്, സോറി എടാ എടി എന്ന് വിളിക്കില്ല, അവരുടെ പേരെന്ന് വെച്ചാൽ അത് നിന്റെ പ്രോബ്ലം ഇതാണ് അല്ലെങ്കിൽ നിന്റെ പ്രോബ്ലം ഇങ്ങനെയാണ്, ഇത് നീ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ലെവലിലേക്ക് പോകും എന്ന് അവനെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കും. അവരുടെ കുഴപ്പങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും. മനസ്സിലായോ? അപ്പം ജഡ്ജിങ്ങിൻ്റെ ഭയങ്കര വലിയ പവറാണ് ജഡ്ജിങ് എന്ന് വെച്ചാൽ. വെറുതെ തോന്നിയ ആൾക്കാരെ പിടിച്ച് ജഡ്ജിങ് പാനലിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോയിന്റ്സ് ഒന്നും ഒരു ഗുണവും ചെയ്യില്ല. സോ നല്ലൊരു ജഡ്ജാണെങ്കിൽ ഡെഫിനറ്റ്ലി നീ ഇവിടെ മിസ്റ്റേക്ക് ചെയ്തു എന്ന് എടുത്ത് കാണിക്കും. അതുകൊണ്ടാണ് നിന്നെ സെലക്ട് ചെയ്യാത്തത് എന്ന് പറയും. മനസ്സിലായോ? അഥവാ സെലക്ട് ആയി കഴിഞ്ഞാലും പോവുക. ഇത് സെലക്ട് ആവാത്തൊരു കാര്യമാണ്. ഇനിയിപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പോവുക, എന്നിട്ട് ജഡ്ജിന് സംസാരിക്കുക, താങ്ക് യു സോ മച്ച്, ഞാനിത് ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ശരിയായെന്ന് തോന്നുന്നു, സോ ഇനി ഞാൻ എവിടെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അവിടെ നിങ്ങൾ കുഴപ്പങ്ങൾ ചോദിക്കാൻ പാടില്ല, കാരണം നിങ്ങൾ ഓഡിഷനിൽ ഓൾറെഡി സെലക്ട് ആയി കഴിഞ്ഞു. സോ ഞാൻ എവിടെയാണ് ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുക. ഷോസിനെ കുറിച്ച്, ഷോയിനെ എങ്ങനെയാണ് ഞാൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, കാരണം ഓഡിഷൻ സെലക്ട് ആയല്ലോ, ഇനി ഷോ ആണ്, അപ്പോൾ ഷോയിന് വേണ്ടി ഞാൻ എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്യണോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ജഡ്ജസിന് ഇവനാൾ കൊള്ളാം എന്നൊരു തോന്നൽ വരും. അപ്പോൾ ഒരു സ്പെഷ്യലായിട്ട് നിങ്ങൾ എന്താ പറയുക, ജഡ്ജസിന് ഒരു സീരിയസ് ആണ് ഇവൻ എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവൾ ആരാന്ന് വെച്ചാൽ മെയിൻ മോഡൽ ഫീമെയിൽ മോഡൽ ആരാന്ന് വെച്ചാൽ സീരിയസ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ്. അത് നിങ്ങൾ ഗുണം ചെയ്യും. ആൻഡ് പറ്റുമെങ്കിൽ സാർ എനിക്ക് ഇനിയും ഈ പറഞ്ഞ ഫാഷൻ ഷോ മാത്രമല്ല, എനിക്ക് ആഡുകളും ഫോട്ടോഷൂട്ട്സ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, സോ എന്തെങ്കിലും വർക്ക് പറഞ്ഞെങ്കിൽ പറയണം എന്ന് പറയാം. നമ്പർ ചോദിക്കാൻ പാടില്ല, ജസ്റ്റ് പറയാം. എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം സാർ എന്ന് ചോദിക്കാം. എന്തെങ്കിലും സാറിൻ്റെ വഴി എന്തെങ്കിലും കിട്ടുമെങ്കിൽ പറയണം എന്ന് പറയാം. സോ എന്താ പറയുക, അത് വളരെ ജെന്യുവിനായിട്ട് വളരെ ഹമ്പിളായിട്ട് സംസാരിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ വർക്ക് കിട്ടും? നിങ്ങളുടെ നമ്പർ ഒന്നും ഇല്ലല്ലോ.
അവരിങ്ങോട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്യും. എപ്പോഴാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഓഡിഷൻ നിങ്ങൾ സെലക്ട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമല്ലോ ഇങ്ങനെ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ തരണം എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഷോ ഒക്കെ കഴിയുമ്പോൾ നിങ്ങൾ ഷോയിൽ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു, നല്ല റാമ്പ് വാക്കാണ്, നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ട്, നല്ലോണം പോസ് ചെയ്യാൻ അറിയാം, എങ്ങനെയാണ് കോസ്റ്റ്യൂം കാണിക്കേണ്ടതെന്ന് അറിയാമെങ്കിൽ ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ഞാൻ വീഡിയോ ഉണ്ടാക്കാം, അത് കണ്ട് നിങ്ങൾ പഠിച്ചോളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇവന് നല്ല കഴിവുണ്ട് അല്ലെങ്കിൽ ഇവൾക്ക് നല്ല കഴിവുണ്ട്, അപ്പോൾ ഡെഫിനറ്റ്ലി ഇവർക്ക് ഒരു ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ ഒരു ആഡ് കൊടുക്കാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒരു കോൺടാക്ട് ജഡ്ജസിൻ്റെ അടുത്ത് നിങ്ങൾ വെക്കുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ പോയിട്ട് സോപ്പ് ഇടാൻ പാടില്ല, ഒരു ബട്ടറിങ്ങോ അല്ലെങ്കിൽ സാറ് ഭയങ്കര ലുക്കാണ് സാറ്, ഓ സൂപ്പറായി ഞാൻ ഭയങ്കര ഫാനാണ് അങ്ങനെയൊക്കെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ്. ഞാൻ അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. നമ്മളെപ്പോഴും ജെന്യുവിനായിട്ട് എത്ര ജെന്യുവിൻ ആവാൻ പറ്റുമോ, എത്ര പ്രൊഫഷണൽ ആവാൻ പറ്റുമോ അത്ര ജെന്യുവിനും പ്രൊഫഷണൽ ആവുക, അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഓക്കെ, അല്ലാതെ വെറുതെ സോപ്പിട്ട് മണി അടിച്ച് നിൽക്കുന്ന ആൾക്കാരൊക്കെ വെച്ചാൽ ഒരു വില ഉണ്ടാവില്ല മോനെ, എന്നെ അതിന് കിട്ടൂല. നമ്മൾ പ്രൊഫഷണൽസ് ആണ്, അതുകൊണ്ട് ഇൻഡസ്ട്രിയിലൊരു പേരുണ്ട്, ചീത്തയാവില്ല നമ്മുടെ പേര്, മനസ്സിലായോ? ഒരു സ്റ്റാൻഡേർഡ് ലൈക്ക് അഭിഷേക് ഷെനോയ് ലൈക്ക് ഓ അഭിഷേക് ഷെനോയ്, ആ ഒരു സാധനം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങൾ ഓരോരുത്തർ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ ഓരോ പ്രവൃത്തി, ഇതിലൊക്കെയാണ് കാര്യമുള്ളത്, മനസ്സിലാവും? അല്ലാതെ വെറുതെ പോയിട്ട് ഒരാളെ കണ്ടിട്ട് സോപ്പിടുക അങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. ഓക്കെ, നമുക്ക് നമ്മുടെ കഴിവുണ്ടെങ്കിൽ കഴിവിനനുസരിച്ച് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കിയെടുക്കും. അത് നമ്മുടെ കഴിവ് കൊണ്ട് വേണം, അല്ലാതെ വെറുതെ സോപ്പിട്ടിട്ട് ആവാൻ പാടില്ല. റൈറ്റ്, അത് നിങ്ങൾക്ക് ലോങ് റണ്ണിൽ ഗുണം ചെയ്യും. ഹിന്ദിയിലൊരു കഹാവത്തുണ്ട്, ഒരു പഴഞ്ചൊല്ലുണ്ട്, ലംബി റേസ് കാ ഘോഡ എന്ന് പറയും. എന്നുവെച്ചാൽ ലോങ് റേസിൻ്റെ കുതിരയാണ് എപ്പോഴും, അല്ലാതെ ഷോർട്ട് റേസിലുള്ള പരിപാടി വേണ്ട നമുക്ക്. ചിലപ്പോൾ എന്താ പറയുക, ഷോർട്ട് ടേമിൽ നമുക്ക് വലിയ സക്സസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ലോങ് റണ്ണിൽ, ജീവിതത്തിൽ ലോങ് റണ്ണിൽ വളരെ ഗുണം ചെയ്യും. ഓൾറൈറ്റ്, സോ ഗൈസ് ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയി കഴിഞ്ഞു, ബട്ട് കംപ്ലീറ്റ് മോഡലിംഗ് പ്രോസസ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നോക്കണം, വിട്ടുപോകാൻ സാധ്യതയിലെല്ലാം ഞാൻ കവർ ചെയ്തു. ഇനി ആക്ടിങ്ങിൻ്റെ ഓഡിഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഒരു ആഡിൻ്റെ ഓഡിഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സിലാണ് വീഡിയോ ഉണ്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നമുക്ക് ഗൈസ്. ഡെഫിനറ്റ്ലി ഇൻസ്റ്റാഗ്രാം ഞാൻ ഫോട്ടോസൊക്കെ ഇടാറുണ്ട്, സോ ഡെഫിനറ്റ്ലി പോയി ചെക്കൗട്ട് ചെയ്യുക. സോ ഗൈസ് ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. നിങ്ങൾക്ക് വളരെ ഗുണമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഫ്രോഡ് പരിപാടിയിലേക്ക് പോയി പെടാതിരിക്കുക, ജെന്യുവിൻ ആയിട്ടുള്ള പരിപാടിയിലേക്ക് മാത്രം പോവുക. ഓൾ ദ ബെസ്റ്റ്. ദാറ്റ്സ് പ്രീറ്റി മച്ച് ഇറ്റ്. Until next time, ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഷെനോയ്. Signing out. I love you all. Wow.